नमस्ते। आज हम प्रेमचंद जी की एक मार्मिक कहानी देखने वाले हैं। इस कहानी का नाम है बूढ़ी काकी। यह अभी भी बहुत प्रासंगिक है। हम ये कहानी मलयालम में देखने वाले हैं, तो चलिए देखते हैं। വളരെ കാലങ്ങൾക്ക് മുൻപുള്ളൊരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ജീവിച്ചിരുന്നു. അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയിരുന്നു. അവരുടെ മകനും ഒരസുഖത്തെ തുടർന്ന് മരിച്ചുപോയി. പിന്നീട് അവർക്ക് ബുദ്ധിറാം എന്നു പേരുള്ള ഒരനന്തരവൻ മാത്രമാണുണ്ടായിരുന്നത്. അയാൾക്ക് അവർ അവരുടെ സമ്പാദ്യം മുഴുവൻ എഴുതിക്കൊടുത്തു. സമ്പാദ്യം എഴുതി വാങ്ങുന്ന സമയത്തൊക്കെ അവർ വലിയ വീരവാദങ്ങളാണ് മുഴക്കിയിരുന്നത്. ചെറിയമ്മേ, ഇനി ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ സ്വന്തം മകനെ പോലെ ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. ഒരു പരിഭ്രമവും വേണ്ട. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. തുടക്കത്തിലൊക്കെ അവർ മുത്തശ്ശിയെ നന്നായി തന്നെയാണ് നോക്കിയിരുന്നത്. പക്ഷേ കാലം കഴിയുന്തോറും അവരുടെ തനിനിറം പുറത്തു വരാൻ തുടങ്ങി. മുത്തശ്ശിയുടെ സ്വത്തിൽ നിന്ന് അവർക്ക് ലഭിച്ച ആദായം ഒട്ടും കുറവായിരുന്നില്ല. എന്നിട്ടുകൂടി പലപ്പോഴും മുത്തശ്ശിക്ക് വയറ് നിറച്ച ആഹാരം കൊടുക്കാൻ പോലും അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ചെറിയ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ വയറ് നിറച്ച ആഹാരം കിട്ടണമെന്നല്ലാതെ മറ്റൊരാഗ്രഹവും ഉണ്ടാവാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് വയസ്സായവർക്കും. മുത്തശ്ശിക്കും വിശക്കുമ്പോൾ മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടണമെന്നല്ലാതെ മറ്റൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. മോളെ, മണി 2 ആകാറായി. രാവിലെ മുതൽ ആഹാരമൊന്നും തന്നില്ലല്ലോ. എന്തെങ്കിലും കഴിക്കാൻ തരുമോ? വിശപ്പ് വിശപ്പ് വിശപ്പ്, ഇതല്ലാതെ മറ്റൊന്നുമില്ലേ പറയാൻ? ഭക്ഷണമാകുമ്പോൾ നിങ്ങൾക്കും തരാം. കുടുംബത്തിൽ ആകെക്കൂടി മുത്തശ്ശിയോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നത് ബുദ്ധിരാമിന്റെ ചെറിയ മകൾ ലാഡ്ലി മാത്രമായിരുന്നു. മുത്തശ്ശി, ഈ ബിസ്ക്കറ്റ് കഴിച്ചോളൂ, കുറച്ച് ആശ്വാസമാകും. അന്ന് രാത്രി ബുദ്ധിരാമിന്റെ മൂത്ത മകന്റെ വിവാഹ ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ബന്ധുക്കളെല്ലാം എത്തിക്കഴിഞ്ഞിരുന്നു. രൂപ അതിഥികളെ സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു. അവർക്കായി സ്വാദിഷ്ടമായ ആഹാര സാധനങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രുചികരമായ ഭക്ഷണത്തിൻ്റെ ഗന്ധം അവിടെ എങ്ങും പരന്നു. വിശന്ന് തളർന്നു കിടക്കുന്ന മുത്തശ്ശിയുടെ സ്വസ്ഥത കെടുത്തുന്നതായിരുന്നു ആ ഗന്ധം. ഒരുപക്ഷെ അവർ തനിക്ക് ഭക്ഷണം തരില്ലായിരിക്കുമോ? ഇന്നിതുവരെ ഒന്നും കഴിക്കാൻ തന്നിട്ടില്ലല്ലോ. അവരെല്ലാവരും കഴിച്ചു കാണുമോ? തനിക്കായി ഒന്നും മാറ്റിവെച്ചിട്ടുണ്ടാവില്ലേ തുടങ്ങിയ ചിന്തകൾ അവരെ അലട്ടി. എങ്കിലും രൂപയോടുള്ള ഭയത്താൽ അവർ മിണ്ടാതെ അവിടെ തന്നെ കിടന്നു. വെപ്പുപുരയിൽ ചെന്ന് നോക്കാമെന്ന് കരുതി അവർ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അവിടെ എത്തിയ അവർ ഭക്ഷണവസ്തുക്കളെ പ്രതീക്ഷയോടെ നോക്കി അവിടെയിരുന്നു. രൂപ അതിഥികളെ സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു. കഴിക്കാനും കുടിക്കാനും പോലും സമയമില്ലാത്തത്ര തിരക്കിലായിരുന്ന അവൾ ക്ഷീണിതയായിരുന്നു. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന അവൾക്ക് തൻ്റെ ദേഷ്യവും സങ്കടവും ആരോടും പ്രകടിപ്പിക്കാൻ പറ്റാത്ത സന്ദർഭമായിരുന്നു അത്. അതിനിടയ്ക്കാണ് മുത്തശ്ശി പാചകപ്പുരയിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നത് അവളുടെ കണ്ണിൽപ്പെട്ടത്. അതിഥികൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത പോലുമില്ലാതെ അവൾ പ്രകോപിതയായി. മുത്തശ്ശിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വയർ എത്ര കഴിച്ചാലും നിറയില്ലേ? വന്ന അതിഥികൾ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല. മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും? നിങ്ങൾക്ക് വയറ് നിറച്ച ഭക്ഷണം പോലും ഞങ്ങൾ തരുന്നില്ലെന്നല്ലേ? ഭക്ഷണമൊക്കെ തരാം, മുറിയിൽ ചെന്നിരിക്കേ. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ഭക്ഷണം തയ്യാറായി കഴിഞ്ഞിരുന്നു. അതിഥികളെല്ലാം കഴിച്ചു തുടങ്ങി. മുത്തശ്ശി മുറിയിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു. താൻ ചെയ്തതും തെറ്റാണ്. എല്ലാവരും കഴിച്ചു കഴിയും വരെ കാത്തിരിക്കേണ്ടതായിരുന്നു. ഇനി ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴല്ലാതെ ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ടെന്ന് സ്വയം തീരുമാനിച്ച മുത്തശ്ശി കിടന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ആരും വിളിക്കാതായപ്പോൾ മുത്തശ്ശി വിശപ്പ് താങ്ങാനാവാതെ തീരുമാനങ്ങൾ മറന്ന് മുറിക്ക് പുറത്തിറങ്ങി. വിവാഹച്ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ചിലർ മുത്തശ്ശിയെ കണ്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ അത് കണ്ട് വന്ന ബുദ്ധിറാം ദേഷ്യത്തോടെ മുത്തശ്ശിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. വന്നവരെല്ലാം ഭക്ഷണം കഴിച്ചു. വീട്ടുകാരും കഴിച്ചു. മുത്തശ്ശിയെ ഏറെ ഇഷ്ടമുള്ള ലാഡ്ലി മാത്രം മുത്തശ്ശിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയായിരുന്നു. ഇത്രയും രുചികരമായ ഭക്ഷണം ഇന്നിവിടെ ഉണ്ടായിരുന്നിട്ടും മുത്തശ്ശിക്ക് മാത്രം എന്തേ കൊടുക്കാത്തത്?
വിരുന്നുകാർക്ക് മുൻപേ മുത്തശ്ശി കഴിച്ചാൽ എന്താ കുഴപ്പം? അവൾ തനിക്ക് കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു പങ്ക് മുത്തശ്ശിക്കായി മാറ്റിവെച്ചിരുന്നു. അമ്മയോടൊപ്പം അവൾ ഉറങ്ങാൻ കിടന്നെങ്കിലും വിശന്നിരിക്കുന്ന മുത്തശ്ശിയെക്കുറിച്ച് ഓർത്ത് അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അമ്മ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി അവൾ ഭക്ഷണവുമായി മുത്തശ്ശിയുടെ അടുത്തേക്ക് നടന്നു. മുറിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട മുത്തശ്ശിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും വ്യക്തമായിരുന്നില്ല. ബോധം തെളിഞ്ഞപ്പോൾ ഒച്ചയനക്കങ്ങളില്ലാത്ത ശാന്തമായ അന്തരീക്ഷം കണ്ട് എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് കിടന്നുറങ്ങിക്കാണുമെന്ന് പാവം മുത്തശ്ശി മനസ്സിലാക്കി. അപ്പോഴാണ് ലാഡ്ലി ഭക്ഷണവുമായി എത്തിയത്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വിശന്ന് തളർന്നു പോയ മുത്തശ്ശി ലാഡ്ലി കഴിച്ചോ എന്ന് ചോദിക്കാൻ പോലും മറന്ന് വേഗം തന്നെ ആർത്തിയോടെ ആ ഭക്ഷണം കഴിച്ചു തുടങ്ങി. വളരെ കുറച്ച് മാത്രമുണ്ടായിരുന്ന ആഹാരം മുത്തശ്ശിയുടെ വിശപ്പ് മാറ്റാൻ പര്യാപ്തമായിരുന്നില്ല. അത് കഴിച്ചു കഴിഞ്ഞ് അല്പം കൂടി ഭക്ഷണം ആവശ്യപ്പെട്ട മുത്തശ്ശിയോട് ഒന്നും ശേഷിക്കുന്നില്ല. ഇത് തന്നെ തൻ്റെ പങ്കിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് ലാഡ്ലി വിഷമത്തോടെ പറഞ്ഞു. വിരുന്നുകാർ കഴിച്ച ഉച്ഛിഷ്ടത്തിൽ നിന്ന് തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ മുത്തശ്ശി ലാഡ്ലിയോട് വിരുന്നുകാർ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് വളരെ ദയനീയമായി ചോദിച്ചു. അതിനിടയ്ക്ക് പെട്ടെന്ന് ഉറക്കമുണർന്ന രൂപ മകളെ അന്വേഷിച്ച് നടന്നു. അവസാനം കണ്ട കാഴ്ച അവരുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. മുത്തശ്ശി കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റിൽ നിന്നും വിരുന്നുകാർ ബാക്കിയാക്കിയ ഭക്ഷണം ആർത്തിയോടെ എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സലിഞ്ഞു. ഇത്രയും സ്വത്തുണ്ടായിരുന്ന അവർ വിശപ്പടക്കാൻ മറ്റുള്ളവർ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കേണ്ടി വന്നത് താൻ കാരണമാണല്ലോ എന്ന തിരിച്ചറിവ് അവരെ കണ്ണീരിലാഴ്ത്തി. ഇന്ന് മകൻ്റെ വിവാഹച്ചടങ്ങിൽ 100 കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഇത്രയും സ്വത്ത് തങ്ങൾക്ക് നൽകിയ ചെറിയമ്മയുടെ വിശപ്പിനെക്കുറിച്ച് മറന്നുപോയി എന്നത് അവളിൽ അടക്കാനാവാത്ത സങ്കടവും കുറ്റബോധവും ഉണ്ടാക്കി. അവൾ വേഗം തന്നെ ചെറിയമ്മയ്ക്ക് വേണ്ട രുചികരമായ ഭക്ഷണം പാകം ചെയ്തു. വിശന്നിരിക്കുന്ന കുട്ടി അവനിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുമ്പോൾ എങ്ങനെയാണോ മറ്റെല്ലാം മറന്ന് സന്തോഷവാനാകുന്നത്, അതുപോലെ മുത്തശ്ശി എല്ലാം മറന്ന് സന്തോഷത്തോടെ ആ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കുന്ന ദൃശ്യം ബുദ്ധിരാമും രൂപയും നോക്കി നിന്നു. ഈ കഹാനിയുടെ ഒരു ബ്ലർബ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സ്നേഹപൂർവ്വം മാളവിക.